ഹലോ ഫ്രണ്ട്സ്, അളിയമ്മാമ്മൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ചക്കയാണിത് കേട്ടോ. അളിയമ്മാമ്മൻ്റെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പിച്ചി എടുത്തിട്ട് അടത്തിയിട്ടിട്ട് അതിനകത്തുനിന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന ചക്കയാണിത്. അപ്പം നമ്മുടെ അളിയമ്മാമ്മൻ്റെ വീട്ടിലെ ചക്ക നമുക്ക് വറക്കാം. എന്താ ഒരെണ്ണെടുത്ത് തിന്നുകൊണ്ട് നല്ല വളർന്ന് ചക്കയാണ് കേട്ടോ. കുറച്ച് പ്ലേറ്റിലോട്ട് എടുത്ത് കുറേശ്ശെ ഇട്ട് നമുക്ക് ഉപ്പ് വരട്ടി എണ്ണയ്ക്കകത്തിടാം, തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇടാം. ഞാൻ ഉപ്പ് വരട്ടിയിട്ട് തിളച്ച എണ്ണയിലോട്ടിട്ടു. നമുക്ക് പതിയെ ഇളക്കി കൊടുക്കാം. എണ്ണ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ, കുറച്ചെണ്ണ മതി. കുറച്ച് ഞാൻ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരുവാക്കി എടുത്തതിന് ശേഷം നമുക്കത് എണ്ണയിലേക്ക് വാരിയിടാം. ഞാൻ കുറച്ചായിട്ട് മാത്രമേ എണ്ണയ്ക്കകത്ത് ഇടുന്നുള്ളൂ കേട്ടോ. വരാറായി. അപ്പം ഞങ്ങൾ ചക്ക വറുത്തത് കോരുകയാണ് ഗൈസ്. ഇത് മൂത്ത് നല്ലതുപോലെ എണ്ണയിൽ മൂത്ത് വറുത്ത് കോരുകയാണ്. വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരടപ്പിലേക്ക് നിരത്തിയിട്ടു. അടുത്തൊക്കെ എടുത്തിട്ട് ഇനി അടുത്തത് വാരിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ട് അപ്പഴപ്പോഴായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചക്ക വറ്റൽ ഉണ്ടാക്കുന്ന തിടുക്കത്തിലാണ്. കുഴഞ്ഞപ്പോൾ ചേട്ടൻ കയറി ഇളക്കുകയാണ്. ഞാനാണ് ഇത്രയും നേരം ചെയ്തത്. കോരുകയാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ഇടുക. ഇത് 3-ാം റൗണ്ടാണ് കേട്ടോ, 3-ാം റൗണ്ടാണിത്. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ പിന്നെ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചക്ക വറ്റൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കി വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും.